സോ ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒരു വലിയ ലോറിയും കൊണ്ട് വരുമെന്ന്. അങ്ങനെ നമ്മളൊരു വലിയ ലോറിയും കൊണ്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടേക്കണേ ഗൈസ്. ആ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണ്. ഇത് പിന്നെ ബാക്കി കിടക്കാനുള്ളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. മുകളിൽ എന്താണ് ഫാനൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഒരു എന്താ പറയുക, ലോറിനുള്ളിൽ ഫാനൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീളമുണ്ട്. അതുപോലെ ഈ വണ്ടിക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, പിടിച്ചിടത്തോടെ ഒന്നും പോകത്തില്ല ഈ വണ്ടി. നമ്മുടെ കൈ നിൽക്കാൻ കുറച്ച് ടാസ്ക്കാണ്, മറ്റേ വണ്ടി പോലല്ല. ഇവിടെയൊക്കെ പിന്നെ ചില കയറ്റമൊന്നും മറ്റേ വണ്ടി കയറുന്ന പോലെ ഇത് കയറത്തില്ല. ഒന്ന് വലിയ വണ്ടി ആയപ്പോൾ വെയിറ്റ് കൂടിയോണ്ടായിരിക്കും ഒരു പക്ഷേ, അങ്ങനെ ആയിരിക്കാമല്ലോ. പിന്നെ ഓഫ് റോഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വെച്ചായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് തന്നെയാണ് തിരിച്ച് പോകുന്നത്. എല്ലാം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് ഗൈസ്. ഇടിക്കാതെ വേണം എടുക്കാൻ. ഓക്കെയാണ് ഗൈസ്, ഇടിക്കാതെ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും വലിയ ടാസ്ക് ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് സാമിയൊക്കെ ഉണ്ട് ഗൈസ്. അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് സാമികളുണ്ടെന്നോ? അല്ല, ദൈവമുണ്ട് ഗൈസ്. ഞാൻ എന്തൊക്കെയാ ഗൈസ്, വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. അവിടെ ഒന്ന് വീണു, ഇപ്പോഴും വീണു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇതിനുള്ളിൽ ദൈവമുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന് ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും, മാലയൊക്കെ ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ തവണ കയറി പോവും ഗൈസ്. 2 തവണ പാളി, അത് വീട്, അത് പോയെന്നങ്ങ് വിചാരിക്കുക. ഈ തവണ നമ്മൾ കയറ്റും, അങ്ങനെ കയറ്റിയിട്ടുമുണ്ട്. സോ ഞാൻ പറഞ്ഞത് കണ്ടില്ല, ഇവിടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ് ഈ അവിടെ ഡാഷ് ക്യാം ഇട്ട് വന്നതാണ് ഈ ഇപ്പോൾ പോയേനെ അങ്ങ് ആ വഴി. കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ക്യാമറ മാറ്റിക്കൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല ഇറങ്ങാം. ഇതുവരെയായിട്ടും വണ്ടിയൊന്നും അങ്ങനെ കണ്ടില്ല. ഫ്രണ്ടിലൊരു കാറ് കിടപ്പുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതെ, ഈ സൈഡിലായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലോറി ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പോവാം. എല്ലാം വളച്ചെടുത്ത് ഇടിച്ചു. വണ്ടി അത്യാവശ്യം നല്ല ഇടിയാണ് ഗൈസ് ഇടിച്ചത്. ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് കുറവാണ് സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു 50-ന് മേളിൽ ഒപ്പിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നിങ്ങളിപ്പം എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക. നമുക്കൊരു ഫാമിലി ആവാം. എന്നിട്ട് 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഗെയിമിൽ മുഖം കാണിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഇടിച്ചു ഗൈസ്. വിഷയമില്ല, നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് എടുത്ത് വീണ്ടും ഇടിച്ചടാ. കുഴപ്പമില്ല, ഇപ്പോഴും എടുക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഗെയിമിലാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. ഇവിടുത്തെ ട്രിപ്പ് കഴിയാനായോന്ന് ചോദിച്ചാൽ ആയിട്ടില്ല കേട്ടോ. ആയെന്നാണ് എനിക്ക് തോന്നി. ഇല്ലില്ല, ആയിട്ടില്ല. പിന്നെ ഈ ഗെയിമിൽ മാപ്പില്ലാത്തതുകൊണ്ട് എപ്പോൾ തീരും അല്ലെങ്കിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിലെ പോകണം എന്നൊന്നും നമുക്കങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടില്ല ഒരു മഞ്ഞ സാധനം അവിടെ ഇരിക്കുന്നത്. അപ്പം അതില്ലാത്തടത്തൂടെ അങ്ങ് പോകണം. അതിപ്പോൾ ചിലയിടത്ത് വെച്ച് ചിലപ്പോൾ 2 റോഡുണ്ട്, 2 റോഡിലും കാണത്തില്ല. അപ്പോൾ ഇതിലെ പോവും. അതാണ് ഞാൻ പറഞ്ഞത്, മാപ്പില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിഷയമുണ്ട് ഈ ഗെയിമിൽ ഓടിക്കാൻ നേരത്ത്. എൻ്റെ പൊന്നടാവേ, 2 ലോറിയോ? ഇവിടെ 1 ലോറീനെ കടന്നു പോകാൻ പാടാ, അപ്പോഴാണ് 2 ലോറി. അത് സീനില്ലായിസ്, നമ്മളതിനും കടന്നു പോകും, അത് വേറെ കാര്യം. ഇതിലങ്ങ് എടുക്കാം. സ്ഥലം വിട്ടിട്ടുണ്ട്. ഇവരെല്ലാം എന്താണെന്നറിയോ, റോഡിൻ്റെ സൈഡിലായിരിക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും റോഡിന് നടുക്കിടുകയല്ല, സൈഡിലിടും. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. വണ്ടി സ്കിഡായാണല്ലോ നിൽക്കുന്നത്. ഭയങ്കര ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക്. ഒറ്റ വളവിന് എടുക്കുമോ ഇല്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ എടുക്കുമായിരിക്കും. ഒറ്റ വളവിനെടുത്ത് എനിക്ക് വയ്യ.
ഒറ്റ വളവിനെടുത്ത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒന്നുകൂടിയും നമ്മൾ ബായ്ക്ക് എടുക്കേണ്ട വരുമെന്ന്. ഇല്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. അയ്യോ, ഇപ്പം അതിനകത്തൂടെ പോയനെ അങ്ങ്. ഓക്കെ, നമുക്ക് ഉള്ളിലിടുകയാണ് ഏറ്റവും വലിയ വിഷയം എന്നാന്ന് വെച്ചാൽ കയറ്റം കയറുമ്പോഴാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഒന്നും വലിയ വിഷയം ഇല്ലെങ്കിലും ഇപ്പം മുതൽ വിഷയം വന്നു. ഞാൻ നിങ്ങളെ ക്ലിയറായിട്ട് അത് കാണിച്ചു. ഇത് കണ്ടോ, എനിക്ക് ആകാശം മാത്രമാണ് കാണുന്നത്, എനിക്ക് വേറെ ഒന്നും കാണുന്നില്ല ഒന്ന് ശരിക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതിലും വിഷയം നമ്മൾ സംസാരിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ വണ്ടി മറിയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഗൈസ്, നമ്മളിവിടെ കിടന്ന സർക്കസ് കാണിക്കുകയാണ്. ഓക്കെ ഗൈസ്, നേരെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു, എന്തോരം കഷ്ടപ്പാടായിരുന്നെന്നറിയോ നേരെ ആക്കാൻ. ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നടാ? അതെ ഗൈസ്, നമ്മൾ സംസാരിച്ച് വരുന്നതുകൊണ്ട് വണ്ടി മറിയുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഞാൻ കുറച്ചിടത്തേക്കൊന്ന് ആലോചിച്ച് നിന്നുപോയി, സോറി ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈയൊരു ലോറി ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചെറിയ ലോറി എടുക്കും ഗൈസ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രിപ്പിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ അടുത്ത ട്രിപ്പ് എത്തിയിരിക്കുകയാണ്. ഞാൻ ചെറിയ ലോറി എടുക്കുമെന്ന് പറഞ്ഞാലും നമുക്കൊരു 2-3 കളിയും കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് തോന്നി. കാരണം ഇപ്പോൾ ഒന്ന് ഒറ്റൊരു കളി കണ്ടപ്പോൾ തന്നെ നമ്മളങ്ങ് പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ അതൊരു മോശമല്ലേ ഗൈസ്. അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. സീനില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു 2 കളിയെങ്കിലും കളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ പെട്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടല്ലേ. റീസ്പോൺ അടിച്ച് വണ്ടി വരും കേട്ടോ. അത് അത്യാവശ്യം നല്ല ഉപകാരം തന്നെ. വണ്ടി മറിഞ്ഞു കഴിഞ്ഞാലല്ലേ പിന്നെ ഒന്നുകൂടിയും ആദ്യം മുതൽ കളി തുടങ്ങി. ഭയങ്കര വിഷയമാണ് ഗൈസ്. ഞാൻ പറഞ്ഞായിരുന്നു ഈ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല ടാസ്ക്കാണ് ഗൈസ്. ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. ഇതങ്ങ് പാളിപ്പോവാ. ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ തന്നെ അപ്പുറം 1 കിലോമീറ്റർ ഇപ്പുറം എന്നിട്ടാവും നിൽക്കുന്നത് തന്നെ. അത്രയ്ക്ക് വണ്ടി സ്കിഡും ആവും. അതാണ് ഏറ്റവും വിഷയം. പക്ഷെ ചെറിയ വണ്ടിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. ചെറിയ വണ്ടി അങ്ങ് പോകും. പക്ഷെ അതുപോലല്ല ഇതങ്ങ് സ്കിഡായും അതുപോലെ കയ്യിൽ നിൽക്കാതെ കൊണ്ട് ഇതെങ്ങനെ ഓടിക്കാനാ? ശരിക്കത്തെ വണ്ടി ഇങ്ങനെയുള്ളിടത്തൂടെ ഓടിക്കുവാണെങ്കിൽ എപ്പം മറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അല്ല, നല്ല ഡ്രൈവേഴ്സാണെങ്കിൽ മറിയത്തൊന്നുമില്ല. നമ്മൾ ഒറ്റ ഒടിവിനെടുത്ത വളവ് ഈ തവണ ഒടിവിന് പറ്റുമെന്ന് നമുക്ക് നോക്കാം. പറ്റി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സാധിച്ചെടുത്തു. ഓക്കെ, വണ്ടി ഇടയ്ക്കൊന്ന് നിന്ന് കേട്ടോ. കാല് കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല. അത് എന്താണാവോ? എന്താ അവിടെ കല്ലുണ്ടായിരുന്നു. ആ കല്ലുണ്ടെങ്കിൽ പിന്നെ ഗെയിമിനകത്ത് കയറി പോരത്തില്ലേ വണ്ടി? അയ്യോ, ഓക്കെ ഗൈസ്, അങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ പോകുന്നു. ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാം ചെയ്യണമല്ലോ. അതല്ലേ എന്നെക്കൊണ്ട്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഗൈസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിൽ ഒരു ലോറി വന്നിട്ടുണ്ട്. അയ്യോ, ഇടിച്ചേ. അത് വലിയ സീനില്ലേ. നമുക്ക് ഇതിൽ ഈ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകാം. കാരണം വരി ഇട്ടിട്ടുണ്ട് അവൻ. അയ്യോ, ഇതിപ്പോൾ എന്തുവാ? വണ്ടികൾ ഇതെന്തുവാണോ? അങ്ങ് കയറി ചെല്ലുമായിരുന്നല്ലോ വണ്ടി. ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ അത്രയും കയറി ചെന്നത്. എനിക്ക് തോന്നില്ല ഇവിടെ നിന്ന് വണ്ടി കയറുമെന്ന്. കയറി എനിക്ക് തോന്നിയില്ലായിരുന്നു, പക്ഷെ പിന്നെ തോന്നി കയറുമെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം തന്നെ കയറിപ്പോയിട്ടുണ്ട്. വലിയ പേടിയൊന്നും പിടിക്കേണ്ട വന്നില്ലെങ്കിലും ഒന്ന് കിടന്ന് കരഞ്ഞെങ്കിലും കയറിപ്പോകാനായിട്ട് പറ്റി. അത് മതിയല്ലോ ഗൈസ്. അല്ലെങ്കിലും പെട്ടെന്ന് കുറേ ലോഡ് എടുത്ത് കൊടുത്തതിന് വണ്ടി കയറിപ്പോവോ? ഇത് തുടക്കത്തിൽ കണ്ട ആ ഒരു റോഡല്ലേ? അവിടെ തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ടാ? നേരെയാ അല്ലേ? നേരെയാണ് ഗൈസ്, നേരെ തന്നെയാണ് ഗൈസ്. ആ വണ്ടി അത്യാവശ്യം നല്ലോണം തന്നെ ഒതുക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വരിയുണ്ട് പോവാനായിട്ട്. പിന്നെ നല്ലോണം ഓടിക്കുവാണെങ്കിൽ അത്രയും പോലും വരി വേണ്ട. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്, കുറച്ച് വരിയൊക്കെ വേണം.
ഇതെന്താണാവോ? ഇത് കയറിയ ഇടമല്ലേ? അല്ല, ഇത് പുതിയ ഇടവാ? എടാ, ഇത് കയറിയ ഇടമല്ലേ എടാ? അല്ല, അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലായിരിക്കും ഗൈസ്, കയറിയ ഇടം അല്ലായിരിക്കും. അല്ലല്ല, ഇത് പുതിയ റോഡാണ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പവറുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും ഈ ലോറിക്ക് പവറുണ്ട്. ചെറിയ ലോറിനേക്കാളും പവറുണ്ട്. ചില സമയത്ത് വലിക്കത്തില്ലെങ്കിലും ചിലപ്പോൾ ഒക്കെ നല്ല വലിവുണ്ട് ഗൈസ്. പിന്നെ ഈ ഗെയിമിനകത്ത് ഡാമേജ് വണ്ടിക്ക് പറ്റത്തില്ല കേട്ടോ. ഈ വേറെ വണ്ടിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ആദ്യം മുതൽ കളിക്കണം എന്നേ ഉള്ളൂ. വണ്ടിക്ക് ഡാമേജ് ഒന്നും പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, വണ്ടികൾക്കെല്ലാം 55 സ്പീഡാണ്. ആ ഒരു സ്പീഡിൽ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ 55-ന് മേളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 20-ന് മേളിൽ പോയാൽ തന്നെ മറിയും. അത്രയ്ക്ക് അപകടം പിടിച്ച സ്ഥലത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്ന സാധനം എന്താണാവോ? വാളയാർ പരമശിവമാണോ? സ്പിരിറ്റാണോ? അതൊക്കെ വിടുക ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടുന്ന് ഒന്ന് വളച്ചെടുക്കാം. ഓക്കെ, ഇവിടുന്ന് നല്ല വളച്ചെടുക്കാം. ഒറ്റ ഒടിവിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ട്രൈ ചെയ്യും നമ്മൾ. ഒന്ന് ബായ്ക്കെടുത്തിട്ട് ഇനി ഒറ്റ ഒടിവിന് കിട്ടുമായിരിക്കും ഗൈസ്. എന്നാലും ഉറപ്പ് കുറവാണ് ഒറ്റ ഒടിവിന് കിട്ടുമെന്നുള്ളതോട്. ഗൈസ്, കിട്ടി. ഒറ്റ ഒടിവിന് കിട്ടി ഗൈസ്. എൻ്റെ പൊന്നോ ഭാഗ്യമാണ് ഗൈസ്. ഒറ്റ ഒടിവിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു ലെവലും കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അടുത്ത ലെവലിലോട്ട് എത്തിയപ്പോൾ ഞാൻ ചെറിയ വണ്ടി എടുത്തായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കളി കളിച്ചതിന് ശേഷം വലിയ വണ്ടി കളയുമെന്ന്. വേറൊന്നും കൊണ്ടുമല്ല, ആ വണ്ടിക്ക് ഒട്ടും കൺട്രോളില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാണ്. ഈ വണ്ടിക്കൊന്ന് കൺട്രോളൊക്കെ ഉണ്ട്. മാത്രമല്ല, ആ വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉണ്ട്. ഈ വണ്ടിക്ക് അത്രയ്ക്ക് നല്ല ബ്രേക്ക് ഇല്ല. ഉള്ളിലിട്ട് പോകുന്ന അത്യാവശ്യം നല്ല ഡേഞ്ചറാണ് ഈസ്. ഇവിടൊക്കെ വന്നിട്ട് എന്നാണ് നിർത്തിയിട്ട് പെട്രോളൊക്കെ തീർന്നതായിരിക്കുമല്ലേ? എന്നാലും ഇത്രയ്ക്കങ്ങ് വണ്ടി നിർത്തിയിടുന്ന ഭയങ്കര കേട്ടോ. ഓക്കെ, വണ്ടി അങ്ങനെ കയറിപ്പോയി. വലിയ സീനില്ല. ഈ വണ്ടിക്ക് പിന്നെ സ്പീഡുണ്ട് ഗൈസ്. ഈ വണ്ടിക്ക് പിന്നെ സ്പീഡുണ്ട്. മറ്റേ വണ്ടി പോലല്ല. എല്ലാത്തിനും 55 ആയിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷെ എന്താ അറിഞ്ഞൂടെ, ഈ വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഒന്ന് അത്യാവശ്യം സ്പീഡുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ? അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന് സ്പീഡുള്ള പോലെ? ഒന്ന് പെട്ടെങ്കിലും കയറി പോകുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കയറി പോന്നിട്ടുണ്ട്. ഓക്കെ, പാറ ഒരഞ്ഞൊരഞ്ഞാണ് നമ്മളീ പോകുന്നത്. എന്തിനാണാവോ ഇങ്ങനെ നമ്മൾ പോകുന്നത്? എൻ്റെ അടുത്ത് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ടാസ്ക് ഇല്ലാതെ വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഒരു കാര്യമാണ്. വലിയ ടാസ്ക് ഇല്ലാതെ തന്നെ വണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് റോഡൊക്കെ തീർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇടിച്ചില്ല. ഇടിച്ചിട്ടില്ല. എങ്ങനെ ഇടിക്കാനാ? പാറേനെ മണ്ടയിൽ കൂടെ അല്ലേ ഏറ്റിക്കൊണ്ട് വന്നേ. അത്രയും വരി ഉണ്ടായിട്ട് ഞാൻ പാറേനെ മണ്ടയിൽ കൂടെ കൊണ്ടുവന്നത്. ഞാൻ എന്ത് പൊട്ടനാ. ഓക്കെ, നമുക്ക് ഇവിടുന്നേ തിരിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ ഇവിടെയും ചിലപ്പോൾ ഒറ്റൊടിവിന് കിട്ടത്തില്ല. ഇവിടെ ഒറ്റൊടിവ് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ കുഴി പോവും. പക്ഷെ ഇവിടെ തിരിക്കാനൊക്കെ പോകാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഒന്ന് ബ്രേക്ക് പിടിച്ചങ്ങ് ഇറങ്ങിപ്പോയാൽ മാത്രം മതി. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇച്ചിരി സൈഡ് ചേർന്ന് പോയ പോലെ തോന്നി. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് മേളിലോട്ടും ഉണ്ട് റോഡ്, താഴോട്ടും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മേളിലോട്ട് തന്നെ പോയേക്കാം. താഴോട്ട് പോകണ്ട. താഴോട്ട് അങ്ങനെ ഞാൻ നോക്കിയില്ല. ഇവിടുന്ന് വണ്ടി കാണാനില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെടും. നമ്മൾക്ക് പകുതിയിട്ട് തിരിച്ച് പോരേണ്ടതായിട്ട് വരും. അതിൻ്റെ ആവശ്യം വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ റൂട്ട് ശരിയായിരിക്കും. ഞാൻ ഒരു തവണ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്നു പോയി ഗായ്സ്. എന്താണ് എൻ്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്? മറ്റേ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഇതും അങ്ങനെ ആണോ? തിരിച്ച് പോകേണ്ട വരുമെന്നാണ് തോന്നുന്നത്. കാരണം വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വിട്ട് തിരിച്ച് തന്നെ പോകേണ്ടതായിട്ട് വരും.
ഇവിടെ ഇട്ട് തിരിക്കേണ്ട വരും ഗൈസ്. കാരണം വണ്ടിയൊന്നുമില്ല. നമുക്ക് ആ ഫ്രണ്ടിൽ ഇതേണ്ട അവിടെ ഇട്ട് അങ്ങോട്ട് തിരിക്കാം. ഇവിടെ ഇട്ട് ഇങ്ങനെ തിരിക്കുമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഒന്നേ കുഴിയിൽ അല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഈ റോഡിൽ തിരിഞ്ഞ് കിട്ടും. ഇവിടുന്ന് ഇച്ചിരി വെച്ച് എടുക്കൽ നടക്കത്തുള്ളൂ. ഇത് തിരിഞ്ഞ് കിട്ടും തോന്നില്ല ഗൈസ്. അയ്യോ ഇടിച്ചില്ല കേട്ടോ. ഇടിക്കുന്നാട്ട് മുമ്പ് ഞാൻ നിർത്തി. അയ്യോ ഇച്ചിരി ഇറങ്ങി വന്നോന്നൊരു ഡൗട്ട് വണ്ടി ഗൈസ്. വളയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ വളയുന്നുണ്ട് കണ്ടോ. ചെറുതായിട്ട് വളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറിയ റോട്ടി വരെ ഇട്ട് തിരിക്കാം. എനിക്ക് വയ്യ, ഞാൻ ഒരു പ്രൊഫഷണൽ തന്നെ. ഞാൻ ഇത്രയും ചെറിയ റോട്ടി ഇട്ട് ഇത്രയും വലിയ വണ്ടി തിരിച്ചെടുത്തെങ്കിൽ ഞാൻ ആരായിരിക്കും ഗൈസ്. എൻ്റെ മോനെ, അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചെടുത്തു ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ ഒരു വിധത്തിലാണെങ്കിലും തിരിച്ചെടുക്കും. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും തിരിച്ചെടുക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ടിപ്പോൾ തിരിച്ചെടുക്കാം. പക്ഷെ ഞാൻ എടുക്കൂല ഗൈസ്. വലിയ ബിൽഡപ്പൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് വലിയ ബിൽഡപ്പ് അടിക്കാത്തതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് തിരിക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുന്നു. നമുക്ക് താഴോട്ട് പോയി നോക്കാം. കാരണം അതായിരിക്കും ശരിക്കത്തെ റൂട്ട്. കാരണം വണ്ടിയൊക്കെ ഇപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി കണ്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥ റൂട്ട്. പോകുന്ന വഴിക്ക് വണ്ടി കണ്ടില്ലെങ്കിലോ അപ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ. അത് യഥാർത്ഥ റൂട്ടല്ല. അത് യഥാർത്ഥ റൂട്ടല്ല. കാരണം ആ റൂട്ടിൽ കൂടെ പോയിട്ട് കാര്യമില്ല. നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ വണ്ടി കണ്ടില്ലല്ലോ. ഞാൻ താഴോട്ട് നോക്കിയില്ലായിരുന്നു. ഈ സൈഡ് ഇടിക്കുമോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ വണ്ടിയിലും തട്ടുമെന്നാണ് തോന്നുന്നത്. ദൈവമേ, അതേ തട്ടായിരുന്നാൽ മതി. പോസ്റ്റ് അയ്യോ തട്ടി. അയ്യോടാ തട്ടിയടാ വണ്ടിയിൽ. ഇനി 2 തവണ കൂടി തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് കളി നിർത്താം. കാരണം 2 തവണയും കൂടി ഇനി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഗൈസ്. ആദ്യം മുതൽ കളിക്കേണ്ട വരും. അത് ഇരട്ടി പണിയാണ്. അതാണ് ഞാൻ ഈ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് നോക്കി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ വളവൊന്നും എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കറക്റ്റായിട്ട്. അത് ഇച്ചിരി പ്രയാസമാണ്. ഓക്കെ, അങ്ങനെ വീണ്ടും ഒരു ഓഫ് റോഡ് റൂട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഓഫ് റോഡ് റൂട്ട്. അയ്യോ, ഇവിടൊക്കെ വളയും കേട്ടോ. പിന്നെ ഈ ചെറിയ വണ്ടീൻ്റെ ഉപകാരം എന്നാ അറിയോ? ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്കിഡായിട്ട് നല്ലോണം വളഞ്ഞു വരും. പക്ഷേ വലിയ വണ്ടി തന്നെ വളയത്തില്ല. ചെറിയ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ ഇങ്ങനെ ബായ്ക്ക് എന്താ പറയുക, ഡ്രിഫ്റ്റ് പോലെ സ്കിഡായിട്ട് വളഞ്ഞു കിട്ടും. പക്ഷെ വലുത് അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് വലുത് വളയ്ക്കാൻ പാടാ. ഇവിടെ എന്താണാവോ അടുപ്പിച്ച് 2 വണ്ടി. അയ്യോ ഇവിടൊക്കെ ബാക്കി ഒന്ന് ഇടിച്ചാൽ എൻ്റെ പൊന്നോ ഇല്ല ഐസ്. വലിയ സീനില്ല കേട്ടോ. അല്ലെങ്കിലും അത് വലിയ സീനില്ലായിരുന്നു. ഞാൻ പിന്നെ ആവശ്യമില്ല പേടിച്ചാണ്. അല്ലെങ്കിലും പേടി നല്ലതാണ് ഈസ് ഒരു പരിധി വരെ. ഇവിടെ വലിയ എന്നതാണ് അയ്യോ, അതിനെ കൊണ്ട് കയറിയിട്ട് എന്താണ് തടയുന്നതെന്ന് നോക്കാൻ പോയത്. എൻ്റെ പൊന്നോ, ഉള്ളിലിട്ടുള്ള ഓടിപ്പോൾ ഈ ഒരു ഗെയിമിൽ നടക്കുന്നതല്ല കേട്ടോ. പിന്നെ റോഡിലാണ് പിന്നെയും ഒരു വിധമൊക്കെ ശ്രമിക്കാം. റോഡിലല്ലെങ്കിൽ നടക്കുകയില്ല ഗൈസ്. അങ്ങനെ ഈ ട്രിപ്പും കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.